വരാം ഇപ്പോൾ CN പ്രകാശ് ന്യൂസ് 8ന്റെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇപ്പോൾ കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ചില വാക്കാലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാദം, ഈ കേസിൽ ജാമ്യാപേക്ഷയിന്മേൽ എന്തെങ്കിലും രീതിയിലുള്ള വാദം ഉണ്ടായിരുന്നോ? കൂടുതൽ വാദം നടന്നില്ല. ജഡ്ജി എടുത്ത ഒരു സമീപനം എന്ന് പറയുന്നത് ഇത് സാധാരണ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അതേ തലത്തിൽ തന്നെ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. ഇതിൽ എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി ഉള്ളത് എന്ന് പരിഹാസ രൂപേണ കോടതി ചോദിച്ചു. അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെയും മറ്റന്നാളും അവധി കൂടി കണക്കിലെടുത്ത് ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കണം എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനായ മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഇതിനുണ്ടോ എന്ന് ചോദിക്കുന്ന ഘട്ടമുണ്ടായി. കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായി പോലീസിന്റെ വിശദീകരണം തേടിയിട്ടേ പരിഗണിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് കോടതി എടുത്തത്. അങ്ങനെ ഈ കേസ് ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റി പോലീസിന്റെ വിശദീകരണം തേടുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻപിള്ള ആവശ്യപ്പെട്ടെങ്കിൽ പോലും ചൊവ്വാഴ്ച പരിഗണിക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഒരു കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന വാക്കാലുള്ള പരാമർശം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ 4 ദിവസം കൂടി അവിടെ വളരെ സേഫാണ്, ഹർജിക്കാരൻ ജയിലിൽ വളരെ സേഫാണ്, കമന്റ് ഒന്നും നടത്താതെ വളരെ സേഫാണല്ലോ എന്നും ചിരിച്ചുകൊണ്ട് ജഡ്ജി രാമൻപിള്ള അഭിഭാഷകൻ രാമൻപിള്ളയോട് ചോദിച്ചു. ഏതായാലും ഇനി മുതൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാമൻപിള്ള കോടതിയെ അറിയിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് CN പ്രകാശ്, നമുക്കറിയാം ഇനി ചൊവ്വാഴ്ചയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ നടിയുടെ ഈ അധിക്ഷേപത്തിനിരയായ ഹണി റോസിന്റെ ഫേസ്ബുക്കിലെ വീഡിയോകളടക്കം പരിശോധിക്കണം. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ പരിശോധിക്കണം. ആ വീഡിയോയിൽ നടി യാതൊരു രീതിയിലുള്ള അതൃപ്തിയും പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല ഈ ബോബി ചെമ്മണ്ണൂരിനെ പുകഴ്ത്തി സംസാരിക്കുക കൂടി ഉണ്ടായി തുടങ്ങിയ വാദങ്ങളൊക്കെ അവിടെ ഉയർത്തിയിരുന്നു. പക്ഷെ അത്തരം ശക്തമായ വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും കടുത്ത തിരിച്ചടിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടായത്. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോഴും സമാനമായ രീതിയിലുള്ള വാദഗതികൾ തന്നെ ആയിരിക്കുമോ ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയുടെ 164 എടുത്ത മജിസ്ട്രേറ്റ് തന്നെയാണ് എഫ്ഐആറിലൂടെ കേസ് വന്നപ്പോൾ ആ മജിസ്ട്രേറ്റ് തന്നെയാണ് ഈ 164 എടുത്ത അതേ മജിസ്ട്രേറ്റ് തന്നെയാണ് കേസും പരിഗണിച്ചത്, പോലീസിന്റെ എഫ്ഐആർ കേസും പരിഗണിച്ചത്. അത് നിയമവിരുദ്ധമാണ് എന്ന ഒരു കാര്യം കൂടി രാമൻപിള്ള കോടതിയിൽ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നമുക്ക് ചൊവ്വാഴ്ച പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വെറും ഒരു ജാമ്യാപേക്ഷ മാത്രമാണ്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യം, ഈ എഫ്ഐആർ പോഷിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ലല്ലോ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജാമ്യ ഹർജിയിൽ ഇത്തരം വാദങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ ഈ വീഡിയോ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണെന്ന് ബോബി ചെമ്മണ്ണൂർ ഈ ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണ് എന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ആക്ഷേപം ഉയർത്തുന്നുണ്ട്. തന്നെ തടഞ്ഞു വെച്ചത് യൂണിഫോം ഇല്ലാത്ത പോലീസ് സംഘമായിരുന്നു. 24 മണിക്കൂറിനധികം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു എന്നീ കാര്യങ്ങളും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.